സമരസ്ട്രായാലും സമര ട്രയലുകൾ ആവശ്യമില്ല. പക്ഷെ നമ്മളിവിടെ നമ്മൾ വക്കീൽമാരൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഇവിടെ സമര ട്രയലായാലും വെച്ച് കാര്യമില്ല. ആ കോടതിയൊന്നും പറയാറില്ല. ഇത്രയും സമര ട്രയൽ ചെയ്യാവുന്നത്. സമര ട്രയൽ എന്ന് പറഞ്ഞാൽ വെരി ബ്രീഫ് പ്രോസസ് അല്ലേ. ഇതാണ് നമ്മൾ ഇൻട്രഷൻ എന്നൊരു പറഞ്ഞു. അപ്പൊ ട്രയലിന് മുമ്പ് ക്രിമിനൽ ട്രയൽ നടത്തും. ക്രിമിനൽ ട്രയൽ നടത്തുന്നതിൽ അക്യൂസ്ഡ് കേസ് വേണം അല്ലേ. അങ്ങനെയാണ് ട്രയൽ നടത്തുന്നത്. അപ്പം അതിന്റെ പ്രീ ട്രയൽ പ്രൊസീഡിങ്സ് ഒന്നുമില്ല. എവിടെ തുടങ്ങും? FIR കൊണ്ട് തുടങ്ങും അല്ലേ. FIR, ഇൻവെസ്റ്റിഗേഷൻ, ചാർജ്, അങ്ങനെ എല്ലാ കേസിലും സമൻസ് ഇതിനൊക്കെ അത് ബാധകമാണ്. നിങ്ങൾ ധൈര്യത്തിൽ പറയും തെറ്റാണ്. അങ്ങനെ പറയുന്നത് ഡിസ്കഷൻ വേണ്ടിയില്ല. ഞാനും ഇതെല്ലാ കേസിലും ഇത് സെയിം പ്രോസസ് ആണ്. ചാർജ് ചാർജ് ബൈ പോലീസ്, അത് ഫൈനൽ റിപ്പോർട്ടാണ്. അത് കഴിഞ്ഞാൽ എന്താണ് ടേക്കിംഗ് കോഗ്നൈസൻസ്. ആരാണ് ഈ കോഗ്നൈസൻസ്? കോടതി അല്ലേ. ജഡ്ജ് ടേക്കിംഗ് കോഗ്നൈസൻസ്, ദെൻ ഫ്രെയിമിംഗ് ഓഫ് ചാർജ്. അതെല്ലാം ഉള്ളൂ. ഇല്ല ഏതൊക്കെ സെഷൻസ് ട്രയൽ നടത്തുമ്പോൾ ഫ്രെയിമിംഗ് ഓഫ് ചാർജ്, ഡിസ്ചാർജ്, ആൾട്ടറേഷൻ ഓഫ് ചാർജ്. ആൾട്ടറേഷൻ ഓഫ് ചാർജ് എതിരെ വരുന്നത് ചാർജ് എതിരെ വരുന്നത് ആൾട്ടറേഷൻ ഓഫ് ചാർജ്. എന്താ ആൾട്ടറേഷൻ ഓഫ് ചാർജ് പറഞ്ഞാൽ? ഒരു ചാർജ് ഫ്രെയിം ചെയ്തത്. സപ്പോസ് in offense under section 300 or whatever it is, charge is framed against an accused. ഇപ്പോൾ വളരെ സിമ്പിൾ ആയി പറഞ്ഞത് 304 അല്ലേ. ഇൻഫോർമൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. 304 കേസിൽ ചാർജ് കാര്യങ്ങൾ the court finds that the charge is not paid. So for a charge for a lesser offense or another offense അങ്ങനെ എന്താ ചെയ്യുക? ആൾട്ടറേഷൻ ഓഫ് ചാർജ് അല്ലെങ്കിൽ ആ ചാർജ് വഴി പുതിയ ചാർജ് ചെയ്യും. അതായത് 216 CRPC 239 BNSS സെക്ഷൻ എന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് ചിലപ്പോൾ ശരിയായി